ഒടിയൻ്റെ അവസ്ഥ വരാതിരുന്നാൽ മതി. നന്നായി വരണമെന്ന് ആഗ്രഹം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത പടമാണ്, ഒരുപാട് എഫേർട്ടിലുണ്ട്. പക്ഷേ എങ്ങനെ വരുമെന്ന് അറിയില്ല. ലാലേട്ടൻ തിമിർത്ത് ആടട്ടെ വാലിബലിലൂടെ. ആറാട്ടിൽ മറ്റേ നേരിലൂടെ പുള്ളി ആറാടിയുണ്ട്. ഇനി വാലിബലിലൂടെ ആ തിമിർത്താടട്ടെ. എങ്ങനെ വരുമെന്ന് അറിയില്ല. ഞാൻ ടീച്ചറും പാട്ടിൽ കണ്ടപ്പോൾ ഇതുവരെ കാണാത്ത ഒരു ഫിലിമാണ്. അതിന് ലാലേട്ടൻ പറഞ്ഞു കാണാത്ത ജോണ്ടറാണ്. ഇതെങ്ങനെ വരുമെന്ന് അറിയില്ല. ഇത് ഒടിയൻ പൊളി ആവുമെന്ന് അറിയില്ല. എന്തായാലും ലിജോയുടെ പടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലിജോയുടെ എല്ലാ പടവും ഓടിയിട്ടില്ല. ലിജോയുടെ എല്ലാം നല്ല പടമാണ്, പക്ഷെ എല്ലാം ഓടിയിട്ടില്ല. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റും. പടം റിലീസ് ആകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊടുക്കുന്നത് ഈ ഇനീഷ്യൽ ഇത് കിട്ടാൻ വേണ്ടിയാണ്, കാശ് കിട്ടാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസറിന്. അത് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് വേണം. കാരണം അല്ല എങ്ങനെ പടം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറൊന്നും കിട്ടില്ല. പക്ഷേ പടം നന്നായിക്കൊണ്ട് വരികയാണെങ്കിൽ ഒരു 300 കോടി കളിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, പടം നന്നായി വരികയാണെങ്കിൽ. പക്ഷെ എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ മോഹൻലാൽ പടത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഒടിയൻ്റെ അവസ്ഥ വരുമെന്ന് അറിയില്ല. ഇതുവരെ കാണാൻ ചോട്ടെ എന്തോ ഫിലോസഫിക്കൽ സ്പിരിച്വലൊക്കെയാണ് പറയണം. എല്ലാവരെയും മാസ് പ്രതീക്ഷിച്ചാണ് പോകുന്നത് ഈ ഫാൻസുകാരെല്ലാം. അവരുടെ ആ എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫൈ ഒന്നും അറിയില്ല. ഒടിയൻ്റെ അവസ്ഥ ഇടാന്നാൽ മതി. എന്തായാലും ഇനീഷ്യൽ ഫുള്ള് നല്ലുണ്ടാവും. കാരണം അമേരിക്കയിലും പലയിടത്തും പ്ലാൻ ചെയ്ത് ഒരുപാട് സ്ഥലത്തിൽ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രൊഡ്യൂസറിൻ്റെ കാശ് കിട്ടും. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമില്ല. ഇതുവരെ കാണാത്ത ജോണർലെസ് എന്ന് പറഞ്ഞാൽ ജോണറില്ല. പല ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇത് മാസ് പ്രതീക്ഷിച്ചാണ് എല്ലാവരും പോകുന്നത്. എങ്ങനെ വരുമെന്ന് അറിയാം. എന്തായാലും ചിലപ്പോൾ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ മരക്കാരൻ കിട്ടിയ പോലെ. എന്തായാലും ലിജോയുടെ പടമായതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് മൂവിയായി. പുള്ളിയുടെ ഒരു പടവും പുള്ളിയുടെ നേരിടാനായിട്ട് പോയി. അതാണ് റിലീസ് ആകുമ്പോൾ പറയാൻ പറ്റുള്ളൂ. മമ്മൂട്ടിയിലാണെങ്കിൽ പുള്ളിയുടെ എല്ലാ പടവും നമുക്ക് റിലീസിന് മുമ്പേ പറയാം. ഇതെങ്ങനെ വരുമെന്ന് റിലീസ് ആകുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒടിയൻ്റെ അവസ്ഥ ഇടണമെന്ന് മതി. കാരണം ഫാൻസുകാർ മുഴുവൻ മാസ് പ്രതീക്ഷിച്ചാൽ പോകുന്നു. പക്ഷേ ഇതൊരു സ്പിരിച്വൽ ഫിലോസഫിക്കൽ വേറെ ജോണ്ടറാണ്. നേര് നല്ല മൂവിയായിരുന്നു. നേര് നന്നായിട്ട് പോയി നല്ല കളക്ഷൻ നേടി. പക്ഷേ മോഹൻലാലിനായിട്ട് കുറച്ച് ആൾക്കാർ കളിക്കുന്നുണ്ട്. എത്ര നേര് പോലും നല്ല ഫിലിമായിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ മോഹൻലാലിനെതിരെ ആർക്കും PR വർക്കം നടത്തുന്നുണ്ട്. എന്തായാലും വാലിബലിന് റേറ്റായി കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിൻ്റെ കയ്യിലേക്കുമല്ല. നേര് ഭയങ്കര റേറ്റാണ്. 100 കോടി 80 കോടി ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി വാലിബലിനോട് എങ്ങനെ വരുമെന്ന് അറിയില്ല. വാലിബൽ 50-50 ആണ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ മോശമാവും. അല്ല, പല്ലിശ്ശേരി എക്സ്പെരിമെൻ്റ് എല്ലാ മൂവിയും ഹിറ്റല്ല. ഡബിൾ ബാരലൊന്നും ഹിറ്റല്ല. എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ജോണ്ടറാണ് സ്പിരിച്വൽ ഫിലോസഫി. ആ ജോണ്ടറാണെങ്കിൽ ആ തന്നെ മൂവി ഈ ഫാൻസുകാർക്ക് ഇങ്ങനെ മാസ് ഓഡിയൻസിന് പറ്റുമെന്ന് അറിയില്ല. ഇവർ ഓഡിയൻ അന്ന് മാസ് പോടാൻ പറഞ്ഞിട്ട് അവസരം ചിലപ്പോൾ ഗ്ലാസ് പോടായിരുന്നു. എന്നിട്ട് ഫാൻസുകാർ ഭയങ്കര നിരാശരായി. ഇവർ മാസിനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ വരുമെന്ന് അറിയില്ല. ഓഡിയൻ്റെ അവസ്ഥ വരാതിരുന്നാൽ മതി.